നമസ്കാരം. ജ്യോതിർഗമയ എന്ന ജീവിതാന്വേഷണത്തിൻ്റെ വേദിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു ഓർമ്മശക്തി എന്താണ്, ഓർമ്മശക്തി എങ്ങനെ വർദ്ധിപ്പിക്കണം. പരിശീലനത്തിലൂടെ ആർക്കും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഓർമ്മശക്തി, ഓർമ്മക്കുറവ് എന്നൊന്നില്ല. എല്ലാവരുടെയും മെമ്മറി, ഓർമ്മശക്തി പരിശീലനത്തിലൂടെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതിനുള്ള ഏറ്റവും നല്ല വഴികളിലൊന്നാണ് ധ്യാനം. ഇന്ന് അതിനെക്കുറിച്ചായിരിക്കട്ടെ നമ്മുടെ ചർച്ച. ധ്യാനം എന്താണ്? ധ്യാനത്തിന് എങ്ങനെ ഓർമ്മശക്തിയെ വർദ്ധിപ്പിക്കാൻ സാധിക്കും? ആർക്കെല്ലാം ധ്യാനം ചെയ്യാം? എന്തെല്ലാമാണ് ധ്യാനത്തിൻ്റെ നേട്ടങ്ങൾ? ഇന്നത്തെ ഈ ചർച്ചയിൽ നമ്മെ നയിക്കാൻ എന്നത്തെയും പോലെ നമ്മോട് കൂടെ രാജയോഗി ബ്രഹ്മകുമാർ സ്വാമിനാഥൻ ഭായിജിയുണ്ട്. സ്വാമിനാഥൻ ഭായ്, ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓം ശാന്തി. നമസ്കാരം. നമ്മൾ ഓർമ്മശക്തി, ധ്യാനം എങ്ങനെ ഓർമ്മശക്തിയെ വർദ്ധിപ്പിക്കും എന്നതാണ് നമുക്കിനി ചർച്ച ചെയ്യാനുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ ധ്യാനം? സാധാരണ നമ്മളിവിടെ പറയുന്നത് രാജയോഗ മെഡിറ്റേഷൻ ആണ്, രാജയോഗ ധ്യാനമാണ്. അപ്പം ഇതിൽ രണ്ട് വേർഡാവുള്ള, ഒന്ന് രാജയോഗ, നമ്പർ 2 ഇസ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലാറ്റിൻ വേർഡാണ്. അതിനാൽ ഇറ്റ് ഹാസ് കം ഫ്രം ദ വേർഡ് മെഡിക്യൂർ. മെഡിക്യൂർ എന്ന് പറഞ്ഞാൽ ടു ഹീൽ വൺ സെൽഫ്. ഓക്കെ, അതാണ്. രണ്ടാമത്തെ ശബ്ദം വരുന്നത് രാജയോഗമാണ്. ഇപ്പം രാജയോഗം നമ്മൾ മനസ്സിലാക്കണം. രാജ് എന്ന് പറഞ്ഞാൽ രാജാവ്, അധികാരി. യോഗം എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ്, സംബന്ധം. അതായത് ഐ ഷുഡ് ബി എ മാസ്റ്റർ ഓഫ് മൈ ഓൺ ഇമോഷൻസ്. ഞാൻ എൻ്റെ ഇമോഷൻസിൻ്റെ അധികാരി ആയിരിക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ ആരാണെന്ന് ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞാൻ എൻ്റെ അടുത്ത് നിന്ന് എന്താ റിലേഷൻഷിപ്പ്, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ രാജയോഗ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒന്ന് ഞാൻ ആരാണ്, പിന്നെ എങ്ങനെ ഞാൻ എൻ്റെ ഇമോഷൻസിനെ ഞാൻ എങ്ങനെ മാസ്റ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ പല എപ്പിസോഡിലും നമ്മൾ ചർച്ച ചെയ്തു, നമ്മൾ എന്നുള്ളത് വെറും ശരീരമല്ല, ആത്മാവാണ് എന്നുള്ളത്. അപ്പൊ രാജയോഗത്തിൽ ഈ നോളജ് ഞാനും തമ്മിൽ എന്താണ്? രാജയോഗത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇതുവരെ ഞാൻ അറിഞ്ഞതും മനസ്സിലാക്കിയത് ഞാൻ ഈ ശരീരമാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ശരീരം നയിക്കുന്നത് ഞാൻ ഒരു ചൈതന്യമായ ഒരു ശക്തിയാണ്. So that is a relationship that I start developing it with myself. വളരെ സിമ്പിളായ ഒരു എക്സാമ്പിൾ നമ്മൾ സാധാരണ പറയുന്നത് ഒരു വണ്ടിയാണ്. ആ വണ്ടി എത്രത്തോളം നടക്കും, അതിൽ ഡ്രൈവർ വളരെ അത്യാവശ്യമാണ്. അതേമാതിരി ശരീരം എന്ന് പറഞ്ഞ ഒരു വണ്ടിയാണ്, ദിസ് ഇസ് എ വെഹിക്കിൾ. പക്ഷെ ആത്മാവ് എന്ന് പറഞ്ഞ ഒരു ഡ്രൈവറാണ്, ആ ഒരു ചൈതന്യ ശക്തിയാണ്. സോ ദാറ്റ് ഈസ് ഹൗ ഐ റിലേറ്റ് മൈസെൽഫ്. ഇതാണ്, ദിസ് ഇസ് ദ ബേസിസ് ഓഫ് രാജയോഗ മെഡിറ്റേഷൻ. ഞാൻ ഈ ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാനൊരു ചൈതന്യമായ ശക്തിയാണ്. സമീപം ഇപ്പോൾ രാജയോഗ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു, എന്തൊക്കെയാണ് അതിന്റെ വശങ്ങൾ? എങ്ങനെ രാജയോഗ മെഡിറ്റേഷൻ നമുക്ക് ചെയ്യണം? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജയോഗ മെഡിറ്റേഷൻ ഇസ് 3 steps. 3 steps ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് സിറ്റ്, രണ്ടാമത്തെ സ്റ്റെപ്പ് സെറ്റ്, ആൻഡ് തേർഡ് സ്റ്റെപ്പ് ഇസ് ഗെറ്റ്. സിറ്റ്, സെറ്റ് ആൻഡ് ഗെറ്റ്. എന്താണ് ഇതിന്റെ? ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ നമ്മൾ വളരെ ശാന്തമായിട്ട് ഇരിക്കുക, റിലാക്സ് യുവർ സെൽഫ്. നമ്മുടെ മനസ്സിൽ വളരെ കൂടുതൽ സങ്കല്പങ്ങൾ വരുന്നത്, അത് മെല്ലനെ കുറച്ച് റിലാക്സ് ആവുക. നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് തോട്ട്സ് നമ്മൾ കുറക്കുക. സിറ്റ് ഇൻ എ റിലാക്സ്ഡ് കംഫർട്ടബിൾ പൊസിഷൻ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പാണ് സെറ്റ്. ഈ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണ്, ഇത് നമ്മൾ സ്വയം അന്വേഷിക്കുക, അനലൈസ് യുവർ സെൽഫ്. ആ സമയത്ത് നമുക്ക് മനസ്സിലാവും, ഞാൻ ഈ ശരീരമല്ല, ഈ ഒരു ചൈതന്യ ശക്തിയാണ്. ബ്രക്കൂട്ടിന്റെ മധ്യത്തിൽ ഞാനൊരു ചൈതന്യമായ ശക്തിയാണ്. ഐ എം എ വെരി സ്പാർക്ലിംഗ് ഡിവൈൻ പോയിന്റ് ഓഫ് ലൈറ്റ്. എൻ്റെ ഉള്ളിൽ വളരെ അധികമായ ഒരു ശക്തിയാണ്. ആൻഡ് സ്റ്റാർട്ട് ഗിവിങ് പോസിറ്റീവ് അഫർമേഷൻ. നല്ലൊരു സ്വമാനം വെച്ചിട്ട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുക. ഓക്കെ, ഞാനൊരു ശക്തിശാലി ആത്മാവാണ്, ഞാനൊരു വളരെ വളരെ ശാന്ത സ്വരൂപ ആത്മാവാണ്. ദിസ് ഇസ് വാട്ട് വി ആർ സെറ്റിംഗ്. ദിസ് ഇസ് കോൾഡ് എ സെറ്റ്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഗെറ്റ്. അതായത് നമ്മളിപ്പം ഏതെങ്കിലും ഒരു റേഡിയോയിൽ 91.1 ഫ്രീക്വൻസിയിൽ നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ബ്രോഡ്കാസ്റ്റിംഗ് ടവറായിട്ട് കണക്ഷൻ വരുന്നു. അതേമാതിരി നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഞാനൊരു ശാന്ത സ്വരൂപം ആത്മാവാണെന്ന് നമ്മൾ ആലോചിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഐ എം കണക്റ്റഡ് ടു ദ യൂണിവേഴ്സൽ കോസ്മിക് എനർജി ഓഫ് പീസ് ആൻഡ് പവർ. അപ്പോൾ അവിടുന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കലി പരമാത്മാവിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് വളരെ പോസിറ്റീവ് വൈബ്രേഷൻസ് കിട്ടാൻ തുടങ്ങും. And that connection, that mental connection with the Almighty is called as Raj Yoga. ആ മെന്റൽ യൂണിയൻ, ആ മെന്റൽ കമ്മ്യൂണിക്കേഷൻ, ആ മെന്റൽ റിലേഷൻഷിപ്പ്,
അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വി സ്റ്റാർട്ട് ഗെറ്റിംഗ് all the vibrations of peace and power. നമുക്ക് ശക്തിശാലിയായ വൈബ്രേഷൻസും വളരെ പോസിറ്റീവ് വൈബ്രേഷൻസ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. സമീപ ഇപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് പറഞ്ഞു സെറ്റ്. അപ്പോൾ അവിടെ ഇപ്പൊ നമ്മൾ ഇരിക്കുകയാണ്, ആദ്യം ഇപ്പൊ ഇരുന്നു, ഓക്കെ, എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ പറഞ്ഞപ്പോൾ തോട്ട് ഉണ്ടാക്കണം. പക്ഷെ ഞാൻ ഇരിക്കുമ്പോഴാണ് എനിക്ക് ലോട്ട് ഓഫ് തിങ്സ് ആർ കമ്മിങ്. ഒരുപാട് കാര്യങ്ങൾ വരുന്നു. ഞാൻ ഇന്ന് ചെയ്ത കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വരുന്നു. ഇനി എന്തൊക്കെ ചെയ്യണം, അവര് എന്നോട് അങ്ങനെ ഇന്ന് പറഞ്ഞു, ഇതെല്ലാം ഇങ്ങനെ വരികയാണ്. സോ ഇതിനെ നമുക്ക് എങ്ങനെയാ ഓർക്കാം? ഇതെന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ ഇതുവരെ നമുക്കത് ആ ഒരു പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ് വരുന്നത്. പക്ഷെ നമ്മൾ ഏത് കാര്യത്തിനും വേണ്ടിയിട്ട് ചെറിയ ഒരു പ്രാക്ടീസിന് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇത് സ്റ്റാർട്ടിംഗിൽ ഇനീഷ്യൽ അത് അങ്ങനത്തെ തോട്ട്സ് വരും. അപ്പൊ ആ സങ്കല്പങ്ങൾ വരുമ്പോൾ നമ്മൾ ആ സങ്കല്പങ്ങൾ സ്റ്റോപ്പ് അല്ല ചെയ്യേണ്ടത്. യു ഒബ്സർവ് ദ തോട്ട്സ്. ഓക്കെ, ഇങ്ങനെ തോട്ട്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിനെ സ്റ്റോപ്പും ചെയ്യേണ്ട. ബട്ട് യു സ്റ്റാർട്ട് റീഡയറക്ടിങ് ഇറ്റ്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് മെല്ലെ മെല്ലെ നിങ്ങൾക്ക് ഏത് തോട്ട്സാ വേണ്ടത് ആ തോട്ട്സിന് മുകളിൽ നിങ്ങളുടെ കൺട്രോൾ വരാൻ തുടങ്ങും. അതിനാണ് രാജാവ് എന്ന് പറയുന്നത്, അതിനാണ് അധികാരി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യം ഇത്തരം തോട്ട്സ് എല്ലാം വരും. അപ്പൊ ആ ഒരു സ്റ്റേജ് എന്തായാലും എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ നിങ്ങൾ ഇപ്പം ഒരു വലിയൊരാളുടെ അടുത്ത് നിങ്ങൾ ഒരു അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ട് യു ഡു ഈസ് നിങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ കുറച്ച് സമയത്തേക്ക് സ്റ്റോപ്പ് ചെയ്യും, റൈറ്റ്? അതേമാതിരി ഞാൻ ഈ സമയം സ്വയംന് വേണ്ടിയിട്ടാണ്, ഞാൻ ഈ സമയം അപ്പോയിന്റ്മെന്റ് പരമാത്മാവിന്റെ കൂടെയാണ്. അപ്പൊ അത് നമ്മുടെ മനസ്സിൽ തോന്നിയാൽ മെല്ലെ മെല്ലെ ഈ പുറത്തിൽ വരുന്ന തോട്ട്സ് സാവകാശം കുറച്ച് സമയം എടുക്കും. വലിയ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കാരണം ഇതൊരു വലിയ ഇമ്പോർട്ടന്റ് പ്രോസസ്സാണ്. ഞാൻ ഈ കുറച്ചു നേരം ഇരിക്കുന്നത്, ഇതിന് ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഇത് ആദ്യം ഞാൻ ഉണ്ടാക്കണം. ഇമ്പോർട്ടൻസ് ഓഫ് മെഡിറ്റേഷൻ. അതെ അതെ. അപ്പോ അങ്ങനെ ഇപ്പൊ ആ ചിന്തകൾ വന്നു എന്ന് വിചാരിച്ചോളൂ. അപ്പൊ അതിനെ ഞാൻ ഓവർകം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു എത്ര കാലത്തെ സമയം കൊണ്ട് എനിക്ക് അങ്ങനെ അതിനൊരു ടൈം പീരീഡ് ഉണ്ടോ? അത് നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് യു ഷുഡ് ഗിവ് അറൌണ്ട് 90 days. ഒരു 3 മാസം യു നീഡ് ടു ഹാവ് പേഷ്യൻസ്. ഈ 3 മാസത്തിനടുക്ക് നമുക്ക് ചെറിയ ചേഞ്ചസ്, ചെറിയ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ നമുക്ക് പറ്റും. പിന്നെ ആരെങ്കിലും നിങ്ങൾ ശരിക്കും അത് ഗൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് നമ്മൾ രാജയോഗ മെഡിറ്റേഷനിൽ ഇനീഷ്യൽ സ്റ്റേജിൽ ആരെങ്കിലും വേറെ ആൾക്കാരെ കുറച്ച് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ തോട്ട്സിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വളരെ കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ സ്വയം ചെയ്യാൻ ചിലപ്പം കുറച്ച് വിഷമം കാണും. അതുകൊണ്ട് ഗൈഡൻസ് ഉണ്ടെങ്കിൽ അത് വളരെ എളുപ്പമായിട്ട് മാറാൻ പറ്റും. ഓക്കെ, നമ്മൾ ഈ മെഡിറ്റേഷൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോകണു. എന്തെല്ലാം നേട്ടങ്ങൾ ഇതിൽ നിന്നുണ്ടാവും നമുക്ക്? രാജയോഗ മെഡിറ്റേഷന്റെ പല ബെനിഫിറ്റ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഏറ്റവും നല്ല ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഹെൽത്ത്, നമ്മുടെ സ്വാസ്ഥ്യം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ബെനിഫിറ്റ് ആണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹീൽ തൈസെൽഫ്. അപ്പൊ നമ്മുടെ ശരീരത്തിന് ആ ഹീലിംഗ് വൈബ്രേഷൻസ് ഓട്ടോമാറ്റിക്കലി കിട്ടിയാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഹെൽത്തി ആവും. അത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആണ്. രണ്ടാമത്തെ ബെനിഫിറ്റ്, നമ്മൾ ഏത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിന്റെ എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റി കൂടും. നമ്മുടെ കാര്യത്തിന്റെ ക്ഷമത ഓട്ടോമാറ്റിക്കലി കൂടും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പല സമയത്ത് ഒരു 4-5 മണിക്കൂർ ചെയ്യുന്ന കാര്യങ്ങളും വളരെ ചുരുക്കത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ രചനാത്മക ശക്തിയായ ഓട്ടോമാറ്റിക്കലി വർദ്ധിക്കാൻ തുടങ്ങും. ഇത് രണ്ടാമത്തെ ബെനിഫിറ്റ് ആണ്. പറഞ്ഞപ്പോ നമ്മള് ആ പോയിന്റിലേക്ക് എന്താണ് ആക്ച്വൽ എസൻസ്, അതിലേക്ക് നമുക്ക് ഫോക്കസ് കൂടും. കറക്റ്റ്. നമ്മുടെ ഗോൾ സെറ്റിംഗ് വളരെ ക്ലിയർ ആയിരിക്കും. ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണ്, ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിന്റെ ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ വളരെ കൂടുതൽ നമുക്ക് വേഗത്തിൽ അവിടെ എത്താൻ പറ്റും. പിന്നെ എനിക്ക് സംഭവം ഈ പലപ്പോഴും ഈ പ്രയോറിറ്റീസ് നമ്മൾ പറയില്ല, മുൻഗണന കൊടുക്കുന്നത്. ഇപ്പൊ പലരും സ്റ്റുഡൻസ് എല്ലാം ഈ കളിയെല്ലാം വരുമ്പോ അയ്യോ പരീക്ഷയ്ക്ക് പഠിക്കണോ ക്രിക്കറ്റ് കാണണോ, ഈ ഒരു കൺഫ്യൂഷൻ. അപ്പൊ അവിടെ എനിക്ക് തോന്നുന്നു മെഡിറ്റേഷൻ. ഷുവർ. അപ്പൊ അവർക്ക് ആ ഗോൾ സെറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ പ്രയോറിറ്റി മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് രാജയോഗ മെഡിറ്റേഷൻ വളരെ കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ വളരെ നെഗറ്റീവായ ഡിസ്ട്രാക്ഷൻസ് നമുക്ക് മാറാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് ദ സെക്കൻഡ് ബെനിഫിറ്റ്. മൂന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കാര്യം പറഞ്ഞില്ല ബ്രദർ. അപ്പം രാജയോഗ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾക്ക് അവരുടെ കോൺസെൻട്രേഷൻ, അവരുടെ ഏകാഗ്രത, മെമ്മറി വളരെ കൂടുതൽ വർദ്ധിക്കാൻ നമ്മൾ കാണുന്നുണ്ട്.
വരുന്നുണ്ട്. നാലാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് വിൽ ഓൾസോ ഹെൽപ്പ് ഇൻ ആങ്കർ മാനേജ്മെന്റ് ഓൾസോ. പല ആൾക്കാർക്ക് വളരെ കൂടുതൽ ദേഷ്യമൊക്കെ വരാറുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് സമയം ഈ രാജയോഗ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് സ്വന്തം തന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഈ ദേഷ്യം വരുന്ന ആ ഒരു റേറ്റ് ഇല്ലേ, അത് മെല്ലെ മെല്ലെ അത് ഓട്ടോമാറ്റിക്കലി കുറയാൻ തുടങ്ങും. എനിക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ സംഭവം, അതായത് ഇപ്പൊ ദേഷ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന്, കാരണം ഇത് വലിയൊരു പ്രോബ്ലം ആണ് ലോകത്തില്. എന്തുകൊണ്ട് നമുക്ക് ദേഷ്യം വരും? ദേഷ്യം എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ആങ്കർ? ബേസിക്കലി ഇറ്റ് ഈസ് ദ ആബ്സെൻസ് ഓഫ് പീസ് ഇൻ മൈ ലൈഫ്. അതായത് നമ്മൾ ഈ ഇരുട്ടം എന്ന് പറഞ്ഞില്ലേ, ഇരുട്ടം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ചോദിച്ചാല് ഇറ്റ് ഈസ് ദ ആബ്സെൻസ് ഓഫ് ലൈറ്റ്. ഡാർക്ക്നെസ്, അതെ, ഡാർക്ക്നെസ് ഇസ് ദ ആബ്സെൻസ് ഓഫ് ലൈറ്റ്. അതേമാതിരി നമുക്ക് ആങ്കർ ഇസ് ദ ആബ്സെൻസ് ഓഫ് പീസ് ഇൻ മൈ ലൈഫ്. അപ്പൊ രാജയോഗ മെഡിറ്റേഷനിൽ നമ്മൾ വളരെ കൂടുതൽ പോസിറ്റീവ് വൈബ്രേഷൻസ്, പീസ്ഫുൾ വൈബ്രേഷൻസ് കിട്ടുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി മെല്ലെ 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 നമ്മുടെ ഈ ദേഷ്യം കുറഞ്ഞുകൊണ്ടിരിക്കും. അതേ സിറ്റുവേഷൻ അത് തന്നെ ആയിരിക്കും. ആ സിറ്റുവേഷനിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷെ ആ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ആ കൺട്രോൾ നമ്മുടെ കയ്യിൽ കിട്ടും. ബിക്കോസ് യു ബിക്കം, ഞാൻ സ്വയംത്തിന്റെ അധികാരിയായിട്ട് മാറുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ കൺട്രോൾ കിട്ടുന്ന സ്ഥിതിക്ക് നമുക്ക് ഈ ദേഷ്യം മെല്ലെ മെല്ലെ കുറഞ്ഞു വരുന്നത്. ഇപ്പൊ മെഡിറ്റേഷന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. റിലേഷൻഷിപ്പില്, വ്യക്തിബന്ധങ്ങളിൽ ഇതെങ്ങനെ നമുക്ക് സഹായിക്കും? കറക്റ്റ്. ഇതിൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആണ്. എന്തുകൊണ്ടാണ് പറഞ്ഞാൽ നമ്മൾ സാധാരണ റിലേഷൻഷിപ്പിൽ പല ആൾക്കാരുടെ കോണ്ടാക്റ്റിൽ നമ്മൾ വരുന്നുണ്ട്. ബട്ട് ആക്ച്വലി ഐ എം നോട്ട് ഇൻ ടച്ച് വിത്ത് മൈസെൽഫ്. ഞാനിപ്പം എല്ലാവരുടെ അടുത്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ അടുത്ത് മൊബൈലും ഉണ്ട്, എല്ലാം ഗാഡ്ജറ്റ്സ് ഉണ്ട്. ബട്ട് ഐ എം നോട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് മൈസെൽഫ്. ഞാൻ എൻ്റെ അടുത്ത് തന്നെ സംസാരിക്കുന്നില്ല. ഈ രാജയോഗ മെഡിറ്റേഷനിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഐ സ്റ്റാർട്ട് സ്പീക്കിംഗ് ടു മൈസെൽഫ്. എങ്ങനെ റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ആവുമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ഞാൻ ആത്മാവ് വളരെ ശാന്ത സ്വരൂപമാണ്. നമ്മുടെ ആത്മാവിന്റെ വളരെ ഡിവൈൻ ക്വാളിറ്റീസ് മെല്ലെ മെല്ലെ അത് പുറത്തു വരാൻ തുടങ്ങും. ഓക്കെ, ആത്മാവ് ശാന്ത സ്വരൂപമാണ്, ആത്മാവ് വളരെ പ്രേമ സ്വരൂപമാണ്, ആത്മാവ് വളരെ ആനന്ദ സ്വരൂപമാണ്, ആത്മാവ് വളരെ സുഖസ്വരൂപമാണ്, ആത്മാവ് പവിത്ര സ്വരൂപമാണ്. ഇത് മെല്ലെ മെല്ലെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, സോ വെൻ ഐ എം ഇന്ററാക്ടിങ് വിത്ത് അതേഴ്സ്, ഈ മൊത്തം വൈബ്രേഷൻസ് നമ്മുടെ ക്വാളിറ്റീസ് നമ്മുടെ കമ്മ്യൂണിക്കേഷനിലും നമ്മുടെ വ്യവഹാരത്തിലും നമ്മുടെ ജീവിത ശൈലിയിൽ വരാൻ തുടങ്ങും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് റിലേഷൻഷിപ്പ് എന്തായാലും ശരി അത് ഇംപ്രൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്, അത് ഹെൽപ്പും ചെയ്യുന്നുണ്ട്. മെഡിറ്റേഷൻ ചെയ്യാത്തവര് എത്രയോ പേര് വളരെ സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ ഒരു നെസസിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ എവിടെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് ശരിക്കും വരുന്നത്? മെഡിറ്റേഷനെ ഒഴിവാക്കിക്കൊണ്ട് എത്രയോ പേര് സക്സസ്ഫുൾ ആയ കഥ നമുക്കറിയാം. പല ആൾക്കാരും മെഡിറ്റേഷൻ ചെയ്യാത്തവരും സക്സസ്ഫുൾ ആവുന്നുണ്ട്. പക്ഷെ അതിനൊരു കാരണം ഉണ്ട്. അതായത് ദേ ഹാവ് ദാറ്റ് യുണീക്ക് എബിലിറ്റി. കഴിഞ്ഞ ജന്മത്തിന്റെ പല യുണീക്ക് എബിലിറ്റി ആത്മാവില് ഉണ്ട് സ്ഥിതിക്ക് അത് നാച്ചുറലി ഈ ജന്മത്തിലും അത് റിഫ്ലക്ട് ആവുന്നുണ്ട്. ദാറ്റ് ഈസ് ദ പേഴ്സണൽ എബിലിറ്റി. അത് പിന്നെ ചില പെർസെന്റേജ് ആൾക്കാർക്ക് ഉണ്ട്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻസർ. സെക്കൻഡ് ആൻസർ, ഇപ്പം സയൻസ് എന്താ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ എല്ലാ ആൾക്കാരും ബൈ ഡിഫോൾട്ട് ദേ ആർ ഡൂയിങ് മെഡിറ്റേഷൻ. മെഡിറ്റേഷനിൽ നമ്മുടെ മനസ്സ് വളരെ കൂടുതൽ റിലാക്സ് ആവുന്നുണ്ട്. അതിന്റെ ഇപ്പം കണ്ടുപിടിച്ചത് ഏറ്റവും വലിയ ഒരു ഇതാണ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ സ്ലീപ്പ്. നമ്മളെല്ലാവരും ഉറങ്ങുന്നുണ്ടല്ലോ. അപ്പൊ ഇപ്പം സയൻസ് എന്താ പറയുന്നത്? സ്ലീപ്പ് ഈസ് അൺകോൺഷ്യസ് മെഡിറ്റേഷൻ ആൻഡ് മെഡിറ്റേഷൻ ഈസ് കോൺഷ്യസ് സ്ലീപ്പ്. അതായത് നമ്മൾ അറിയാത്തതും നമ്മൾ ഈ ഉറക്കത്തിൽ ശരിക്കും പറഞ്ഞാൽ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഡീപ് സ്ലീപ്പില് ഓക്കെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സ് ചാർജ് ആവുന്നുണ്ട്. അത് എങ്ങനെയാ ചാർജ് ആവുന്ന പറഞ്ഞാൽ അതാണ് സ്റ്റെപ്സ് ഓഫ് മെഡിറ്റേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അത് ഉറക്കത്തിൽ ഓൾറെഡി നടക്കുന്നുണ്ട്. എങ്ങനെയാന്ന് പറഞ്ഞാൽ ഉറക്കത്തില് നമ്മുടെ മനസ്സ് വളരെ റിലാക്സ്ഡ് ആവുന്നുണ്ട്. മനസ്സിന്റെ ക്വാണ്ടിറ്റി, മനസ്സിൽ വരുന്ന ക്വാണ്ടിറ്റി ഓഫ് തോട്ട്സ് മെല്ലെ മെല്ലെ കുറഞ്ഞു വരുവാണ്. യെസ്, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ്, നമ്മൾ ആ സമയത്ത് വി ആർ ആക്ച്വലി ബിക്കമിങ് സോൾ കോൺഷ്യസ്. നമ്മൾ ആ സമയത്ത് നമ്മുടെ ശരീരത്തിലും മൊത്തത്തിൽ നമ്മൾ മറന്നു പോകുന്നുണ്ട്. വി ആർ ബിക്കമിങ് വെരി സോൾ കോൺഷ്യസ്. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ വി ആർ ഓട്ടോമാറ്റിക്കലി ഗെറ്റിംഗ് കണക്റ്റഡ് ടു ദ കോസ്മിക് വൈബ്രേഷൻസ്. പക്ഷേ ഇപ്പത്തെ എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ നമുക്ക് പല ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഉറക്കം വരുന്നില്ല. വി ആർ യൂസിങ് സ്ലീപ്പിംഗ് ടാബ്ലറ്റ്സ് വെച്ചിട്ട് നമ്മൾ ഉറങ്ങുന്നത്. സോ ഇഫ് യു കോൺഷ്യസ്ലി ഡു മെഡിറ്റേഷൻ, നമ്മൾ അവേക്ക് സ്റ്റേറ്റിൽ നമ്മൾ മെഡിറ്റേഷൻ കുറച്ച് സമയം മൊത്തം 24 hours നമ്മൾ ഒരു 5 minute 10 minute നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് ഈ 5 ബെനിഫിറ്റ്സും കിട്ടും. നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് വളരെ സൗണ്ട് സ്ലീപ്പും കിട്ടും. അത് നമ്മുടെ ഹെൽത്തിന് വളരെ കൂടുതൽ ബെനിഫിഷ്യൽ ആണ്. ഇപ്പോൾ മെഡിറ്റേഷൻ
ചെയ്യാത്തവരുടെ കാര്യം പറഞ്ഞു നമ്മൾ. ഒരു കുറെ കാലം കഴിഞ്ഞിട്ടൊക്കെ മെഡിറ്റേഷൻ ചെയ്താൽ മതി. ഇപ്പൊ കുട്ടികളോട് പറയാണ് കുട്ടി മെഡിറ്റേഷൻ ചെയ്യണം എന്ന് പറയുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ ഡിസ്കറേജ് ചെയ്യാണ്, മെഡിറ്റേഷൻ ഒന്നും സമയമായിട്ടില്ല. അപ്പോ ഇതിന് അങ്ങനെ പ്രായപരിധി ഉണ്ടോ രാജീവ് മെഡിറ്റേഷൻ? ഞാൻ വളരെ നല്ലൊരു റെഫറൻസ് ഈ സന്ദർഭത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഡോക്ടർ കലാം, ദ ഓണറബിൾ എക്സ് പ്രസിഡന്റ് ഓഫ് ദ കൺട്രി, ഒരു നല്ലൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ദ നെയിം ഓഫ് ദ ബുക്ക് ഈസ് ഇഗ്നൈറ്റഡ് മൈൻഡ്സ്. ആ പുസ്തകത്തിൽ അവര് പേജ് നമ്പർ 89-90-91 വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എവ്രി വൺ ഷുഡ് പ്രാക്ടീസ് ദ ടെക്നോളജി ഓഫ് മെഡിറ്റേഷൻ. എന്തുകൊണ്ട് കുട്ടിക്ക് വളരെ അത്യാവശ്യം എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഹെൽപ് ദം ഫോർ ദ മെമ്മറി, ഇറ്റ് വിൽ ഹെൽപ് ദം ഫോർ ദ സ്റ്റഡീസ്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ശക്തിശാലിയാക്കേണ്ട ഒരു നല്ലൊരു മെക്കാനിസമാണ്. അത് കുട്ടികൾക്കും വളരെ അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ് ഇന്ന് പല ഡിസ്ട്രാക്ഷൻസ് നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ ചലഞ്ചസ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടികളാണ് കൂടുതലുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഹെൽത്തിന്റെ കാര്യം പല ചർച്ച ചെയ്തു. ഈ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്കും ഡയബറ്റീസ് നമ്മൾ കാണാൻ ചാൻസ് ഉണ്ട്, അപ്പാർട്ട് ഫ്രം ജനറ്റിക്. അത് കഴിഞ്ഞ് ഹാർട്ട് പ്രോബ്ലംസ് വളരെ ചെറിയ പ്രായത്തിൽ നമുക്ക് കാണാൻ ചാൻസ് ഉണ്ട്. യങ്സ്റ്റേഴ്സ് ഓഫ് 20-25 ഗെറ്റിംഗ് ഹാർട്ട് അറ്റാക്സ്. അപ്പം നമ്മൾ ആർട്ടറീസ് ബ്ലോക്ക് കഴിഞ്ഞിട്ട് ബദല് നമ്മളത് പ്രിവെന്റീവ് ആയിട്ട് ചെറുപ്പം മുതൽ തന്നെ ഈ രാജയോഗ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ശരി നമുക്ക് ഇൻ ദ ലോങ് റൺ നമുക്ക് ഗുണം കിട്ടും. ആൻഡ് ഹിയർ ഐ വുഡ് ലൈക്ക് ടു കോട്ട് the chief administrator of the Brahma Kumaris Vidyalaya is Dadi Janki ji. പിന്നെ അവരുടെ പ്രായം എന്ന് പറഞ്ഞാൽ റൈറ്റ് നൗ ഷീ ഈസ് 97 years of age. അപ്പൊ ചെറുപ്പം മുതൽ തന്നെ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇന്നും അവർക്ക് ആ ഒരു ഗുണം, ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ചെറുപ്പം മുതൽ തന്നെ നമുക്ക് ഈ ഒരു എൻവയറമെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വളരെ കൂടുതൽ ബെനിഫിഷ്യൽ ആയിരിക്കും. പിന്നെ സ്വാമി ഇപ്പൊ മെഡിറ്റേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോകണു, അതൊരു പ്രത്യേക ലൈഫ് സ്റ്റൈലാണ്. ഈ മെഡിറ്റേഷനെയും കൂടി നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ മറ്റെന്തൊക്കെ വശങ്ങളിൽ നമ്മൾ അവിടെ ശ്രദ്ധ കൊടുക്കണം? ഫോർ എക്സാമ്പിൾ നമ്മുടെ ആഹാരക്രമത്തിൽ നമ്മൾ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണോ? അതോ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന ഫുഡ് എന്ത് ഫുഡായാലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? ഇനി അതിനെന്തെങ്കിലും ക്രൈറ്റീരിയൻ ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആർക്ക് വേണമെങ്കിലും രാജയോഗ മെഡിറ്റേഷൻ നമുക്ക് പഠിക്കാൻ പറ്റും. ഈ രാജയോഗ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതശൈലി തന്നെ വളരെ ഒരു സ്പിരിച്വൽ ആയിട്ട് മാറും. സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തി, വളരെ ഹോളിസ്റ്റിക് ആയിട്ട് മാറും. പല ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. അതായത് ആദ്യത്തെ ചേഞ്ച് കാണുന്നത് നമ്മുടെ ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഭക്ഷണ രീതി എല്ലാ ഡോക്ടേഴ്സ് പറയുന്നത് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അതായത് പ്യുവർ വെജിറ്റേറിയൻ ഡയറ്റ്. അത് തന്നെ വരും. ഓക്കെ, ബിക്കോസ് പ്യുവർ വെജിറ്റേറിയൻ ഈസ് വെരി ഗുഡ്. പിന്നെ നമ്മൾ കാണുന്നത് രാജയോഗ മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് പല എഡിക്ഷൻസ്, ഒന്നെങ്കിൽ ലിക്കർ ആയാലും ശരി, സ്മോക്കിംഗ് ആയാലും ശരി, പല എഡിക്ഷൻസ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് അത് മെല്ലെ 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 മാറിക്കൊണ്ടിരിക്കും. ഇതേമാതിരി പല നെഗറ്റീവ് ഈ സിറ്റുവേഷനൊക്കെ മാറിക്കൊണ്ട് നമ്മുടെ ജീവിത രീതി, ജീവിതശൈലി വളരെ പോസിറ്റീവായിട്ട് ഓവറോൾ നമുക്ക് അത് മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഇപ്പൊ അഡിക്ഷൻസ് ഒക്കെ മാറുന്നത് ആ ഒരു എംപവർമെന്റ് നടക്കുന്നതുകൊണ്ടാണ്. കാരണം ആൾക്കാർ ഇപ്പൊ അഡിക്ഷൻസിലേക്ക് പോകുന്ന പലപ്പോഴും അതിൽ നിന്ന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി. ശരിയാണ്. അപ്പൊ ആ സൊല്യൂഷൻ നമുക്ക് മെഡിറ്റേഷനിൽ എങ്ങനെയാണ് കിട്ടുന്നത്? സാധാരണ ഈ അഡിക്ഷൻസ് കിട്ടുന്ന മനസ്സിന് കുറച്ച് ശക്തി, മനസ്സിന് കുറച്ച് ബലം, മനസ്സ് കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ ആൾക്കാർ പറയുന്നത്, റൈറ്റ്? പിന്നെ അതിനൊരു ബലം കിട്ടുന്നുണ്ടോ അതിന്? ഇല്ല, അത് മെല്ലെ 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 എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ വി ആക്ച്വലി ബിക്കം അഡിക്റ്റഡ് ടു ഇറ്റ്. അതായത് ആ മനസ്സിന് ശാന്തി അല്ലെങ്കിൽ മനസ്സിന് റിലാക്സ് എല്ലാം കൊടുക്കുന്നത്, പക്ഷെ അതിന് വളരെ കൂടുതൽ നെഗറ്റീവ് ഇഫക്ട്സ് നമ്മളിപ്പം കാണുന്നത്. അത് പിന്നെ എല്ലാവർക്കും നമുക്ക് അറിയാലോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അത് കിട്ടാത്ത അവസ്ഥയിൽ ആൾക്കാർ അതിൽ വിടാൻ നോക്കുമ്പോഴത്തേക്ക് അതിന് ആ ശക്തി ഉണ്ടാവില്ല. നമ്മളിവിടെ കണ്ടത് രാജയോഗ മെഡിറ്റേഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ അഡിക്ഷൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് വിടാൻ പറ്റും. എന്തുകൊണ്ടാണ് മനസ്സ് ഭയങ്കര കൂടുതൽ ശക്തിശാലിയായിട്ട് മാറും. എനിക്ക് തോന്നുന്നു സ്വാമി നമ്മള് എല്ലാവരും ഈ ഒരു പ്രാക്ടീസ്, കാരണം മെഡിറ്റേഷൻ പലരും പഠിക്കണം എന്ന് പറയുന്നുണ്ട്, പക്ഷെ എന്നാലും അതിന്റെ ഒരു മെത്തഡോളജി അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ബ്രഹ്മകുമാരീസ് അതിൽ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ദ ബെസ്റ്റ് ന്യൂസ് ഇസ് ഇതെന്ന് പറഞ്ഞാൽ മൊത്തം വേൾഡില് മോർ ദാൻ 8,000 സെന്റേഴ്സ് ഉണ്ട്, സ്പ്രെഡ് അക്രോസ് 137 കൺട്രീസ്. കേരളത്തിലും എല്ലാ സ്ഥലത്തും ഈ സെന്റർ കാണാം. അപ്പൊ ഈ സെന്ററിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ മെഡിറ്റേഷൻ കോഴ്സ് 1 വീക്ക് കോഴ്സാണ്, ഒരാഴ്ചത്തെ കോഴ്സാണ്. എല്ലാ ദിവസവും നമുക്ക് 1 മണിക്കൂർ മാത്രം കൊടുത്താൽ മതി. പിന്നെ ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അപ്പൊ അവിടെ പോയിട്ട് ഫാമിലിന്റെ ഒപ്പം നമ്മൾ പോയിട്ട് ഈ 1 വീക്കിൽ ഇതിന്റെ മൊത്തം ഡീറ്റെയിൽസും അതിന്റെ പ്രാക്ടീസും നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ വെബ്സൈറ്റ് ഉണ്ട്, ആ വെബ്സൈറ്റിൽ നോക്കിയിട്ട് നമ്മുടെ അടുത്തുള്ള ഏതാ സെന്റർ അവിടെ പോയിട്ട് നമുക്ക് ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും.
സമനന്ദൻ ഭായി ഇപ്പോൾ പറഞ്ഞല്ലോ, ഇത് ഒരു പോസിറ്റീവ് തോട്ട്സ് ഉണ്ടാക്കുന്നതാണ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു. നമുക്കിപ്പോൾ അതിന്റെ ഒരു ചെറിയ പ്രാക്ടീസ് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ഡെമോൺസ്ട്രേഷൻ, ഒരു 2 മിനിറ്റ് സമയം. ഷുവർ. അപ്പൊ ഈ 3 സ്റ്റെപ്പ് നമുക്ക് ചെയ്യാം. അതിന്റെ ഫ്ലോ ചാർട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ സിറ്റ്, സെറ്റ്, ഗെറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ വളരെ റിലാക്സ്ഡ് ആയ സിറ്റുവേഷനിൽ ഇരിക്കുക. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ന് പറഞ്ഞാൽ മനസ്സിനെ വളരെ റിലാക്സ് ആക്കിയിട്ട് നമ്മുടെ ഇവിടെ സെന്റർ ഓഫ് ദ ഫോർഹെഡ് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളൊരു സ്പാർക്ലിംഗ് പോയിന്റ് ഓഫ് ലൈറ്റ് ആണ്. ഓക്കെ, ഒരു ദിവ്യമായ ശക്തിയാണ്, ശാന്ത സ്വരൂപമാണ്. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ഫീൽ ചെയ്യണം, അതായത് ഈ മൊത്തം പോസിറ്റീവ് കോസ്മിക് വൈബ്രേഷൻസ് ഓഫ് പീസ്, പരംശക്തി പരമാത്മാവിൻ്റെ വളരെ പോസിറ്റീവ് ശാന്തിന്റെ വൈബ്രേഷൻസ് നിങ്ങളുടെ അടുത്ത് വരുവാണ്. ആൻഡ് യു ആർ ബിക്കമിങ് വെരി വെരി പീസ്ഫുൾ. ഇതാണ് 3 സ്റ്റെപ്പ്. ഓക്കെ, ഐ ഹെൽപ്പ് യു ആൻഡ് ഗൈഡ് യു. ഓം ശാന്തി. Sit yourself in a very relaxed, comfortable position. വളരെ റിലാക്സ് ആയിട്ട് ഇരിക്കുക. മനസ്സിനെ വളരെ ശാന്തമാക്കാൻ ശ്രമിക്കുക. പല തോട്ട്സ് വരുമ്പം ആ തോട്ട്സിന് വളരെ കൂടുതൽ ശ്രദ്ധിക്കുക. ആ തോട്ട്സിനെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കാൻ പാടില്ല. Let it come and let it pass away. സങ്കല്പങ്ങൾ വരുന്നത് അത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. മെല്ലെ മെല്ലെ നിങ്ങളുടെ തോട്ട്സിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞുകൊണ്ട് വരും. സ്ലോലി റിലാക്സ് yourself. And you feel you are at the center of the forehead. You are a sparkling point of light. നിങ്ങൾ ഒരു ദിവ്യമായ ശക്തിയാണ്. You are a peaceful being. നിങ്ങൾ ഒരു ശാന്ത സ്വരൂപമായ ആത്മാവാണ്. You're very peaceful. And feel that you're receiving all the vibrations of peace from the Almighty. പരമാത്മാവിനടുത്ത് ശാന്തിയുടെ വൈബ്രേഷൻസ് നിങ്ങളടുത്ത് എത്തുവാണ്. And these vibrations of peace is healing you. ശാന്തിന്റെ ഈ വൈബ്രേഷൻസ് നിങ്ങളെ ഹീല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. You're very healthy, very wealthy and very happy. Om Shanti. Om Shanti. Om Shanti. സ്വാമി, ഇപ്പോൾ ഈ ഒരു പീസിൻ്റെ ഈ എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും നമ്മൾ ഇതിനു വേണ്ടി തീർച്ചയായും കുറച്ച് സമയം, കാരണം എന്തൊക്കെ സംഘർഷങ്ങളും എന്തൊക്കെ സ്ട്രെസ് പിരിമുറുക്കങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ജീവിതം പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഈ ഒരു പവർ, പീസ്ഫുൾ പവർ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതിനെ എല്ലാ ദിവസവും നമ്മൾ അനുഭവിച്ചില്ലെങ്കിൽ വലിയ നഷ്ടമായിരിക്കും എന്ന് തോന്നുന്നു. വലിയൊരു ട്രഷർ നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. അത്രയും ഉൾക്കാഴ്ചകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി ധ്യാനത്തിൻ്റെ വശങ്ങളെക്കുറിച്ച്, രാജയോഗത്തിനെക്കുറിച്ച് ഇത്രയും സമയം ഇത് ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചതിന്, ഈ ഉൾക്കാഴ്ചകളിലൂടെ ഞങ്ങളെ നയിച്ചതിന് ഹൃദയം നിറഞ്ഞ നന്ദി. ജ്യോതിർഗമയിൽ ധ്യാനം, രാജയോഗം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. എങ്ങനെ മനസ്സിനെ ശുദ്ധ സങ്കല്പങ്ങളിലേക്ക് നയിക്കണം, ആ സങ്കല്പങ്ങളിൽ എങ്ങനെ നിലനിർത്തണം, എങ്ങനെ ഈശ്വരീയ ശക്തികളെ ജീവിതത്തിൽ അനുഭവിക്കണം. എല്ലാ ദിവസവും തീർച്ചയായും
മറ്റെന്തെല്ലാം കാര്യത്തിന് നമ്മൾ സമയം മാറ്റിവെക്കുന്നുവോ അതിനേക്കാൾ പ്രധാനമായി ധ്യാനത്തിന് നമ്മൾ സമയം മാറ്റിവെക്കണം. എത്രയോ ഉൾക്കാഴ്ചകളിലൂടെ നമ്മൾ കടന്നു വന്നു. ധ്യാനത്തിന് പ്രായപരിധികളില്ല, പ്രത്യേകമായ ആസനങ്ങളില്ല. ആർക്ക് വേണമെങ്കിലും ധ്യാനം അഭ്യസിക്കാം. ഇത് നമ്മുടെ നിധിയാണ്. തീർച്ചയായും നമ്മൾ കൂടുതൽ രാജയോഗത്തിൻ്റെ ഈ ആഴങ്ങളിലേക്ക് ഇറങ്ങണം. പ്രത്യേകിച്ച് ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ എല്ലാ പിന്തുണയും ധ്യാന പരിശീലനത്തിൽ നമുക്കുണ്ടാകും. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഞങ്ങളെ തീർച്ചയായും അറിയിക്കണം. ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം